ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്താ കൂട്ടുകാരെ, എല്ലാവരുടെ വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും നോമ്പിൻ്റെയൊക്കെ ക്ഷീണത്തിലൊക്കെ ആയിരിക്കും അല്ലേ. അപ്പോൾ ഞാൻ ഇന്നൊരു കുഞ്ഞു ഹാഫ് ഡേ മൈ ലൈഫ് ആയിട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം നിന്നൊന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ റിയാസ്കാർക്ക് സ്കൂൾ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഒന്ന് പിടിച്ചു നിർത്തിയതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ തുണി അലക്കാനൊക്കെ ഇട്ടിട്ട് അടുപ്പും ഒന്ന് കത്തിച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് വന്നതാണ് കേട്ടോ. പിന്നെ റിയാസ്ക പോകുമ്പത്തിന് അതൊന്ന് ശരിയാക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ മണി പ്ലാനൊക്കെ അവിടെ നിന്ന് ഫ്രണ്ടിൽ നിന്ന് മാറ്റി കേട്ടോ. അപ്പോൾ ചൂട് കാരണം ഭയങ്കരമായിട്ടും വാടിയിട്ടുണ്ടായിരുന്നു, വാടി ഇതായി നിൽക്കണം കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും പെരുന്നാളൊക്കെയല്ലേ വരുന്നത്, അപ്പോൾ ഒന്ന് വൃത്തിയാക്കി ഇടാൻ വിചാരിച്ചിട്ട്. ഇനി പെട്ടെന്ന് എന്തെങ്കിലും പാമ്പോ എന്തെങ്കിലും വന്ന് കടന്നാലും അറിയില്ലല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ അത് വാടിപ്പോവുകയും ചെയ്തു. അപ്പോൾ ഇനി ഫ്രഷ് ആയിട്ട് നമുക്ക് വളർത്താമെന്ന് വിചാരിച്ചിട്ട് റിയാസ്ഖാനെ കൊണ്ട് അതൊക്കെ ഒന്ന് വെട്ടിക്കളയാൻ പറഞ്ഞിട്ടോ. പിന്നെ അതുമല്ല, അതിൻ്റെ കയറിൽ പിടിച്ച് തൊങ്ങിയിട്ടാട്ടോ എലികളൊക്കെ ഉള്ളിൽ കയറുന്നത്. അപ്പോൾ ഭയങ്കരമായിട്ട് എലിൻ്റെ ശല്യം ഉണ്ട് കേട്ടോ. എലിപ്പെട്ടി വെച്ചിട്ടൊന്നും അതിനെ കിട്ടണമില്ല. അപ്പോൾ ഞങ്ങൾ ഫ്രണ്ടൊക്കെ ഒന്ന് ഒക്കെ അയച്ചു മാറ്റി അയലൊക്കെ ഒന്ന് റെഡിയാക്കി കെട്ടി കുഞ്ഞു കുഞ്ഞു അയൽ കുറച്ച് കെട്ടുകയും ചെയ്ത് മുറ്റമൊക്കെ ഒന്ന് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിതാ ഇന്നിപ്പോൾ നോമ്പ് ഓർക്കാൻ വലിയ കാര്യമായിട്ട് നാശമൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നോമ്പ് തുറന്നിട്ട് പിന്നെ വെള്ളമൊക്കെ കുടിച്ചതിന് ഒന്നും തിന്നാൻ തോന്നൂല. പിന്നെ അപ്പോൾ ഒന്ന് ചോറ് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചോറും പിന്നെ മീൻ പറഞ്ഞാൽ മീൻ വാങ്ങി കറി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ മീനും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇടയിൽ മീനൊക്കെ പോയി വാങ്ങിച്ചു. പിന്നെ ചോറിന് വെള്ളമൊക്കെ അടുപ്പൊക്കെ കത്തിച്ച് ചാരമൊക്കെ വാരിയിട്ട് കത്തിച്ചിട്ടുണ്ട് കേട്ടോ. അടുപ്പൊക്കെ സുമാറ് നന്നായി കത്തുന്നുണ്ട്. പിന്നെ നമ്മുടെ അടുപ്പ് നേരാക്കിയത് കൊണ്ട് പിന്നെ ഇപ്പോൾ കുറച്ച് കുഴപ്പമില്ലാണ്ട് കത്തുന്നുണ്ട് കേട്ടോ. അടുപ്പ് നേരാക്കിയപ്പോൾ തന്നെ കുറച്ച് ഭംഗിയൊക്കെ വന്നത്. പിന്നെന്താ, നമ്മുടെ പാത്രം കഴുകുന്നവിടെ വെള്ളം കുറച്ച് ഇങ്ങനെ വരും, എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല ഇതുണ്ട്. പിന്നെ ഞാനിതാ അരി പച്ചവെള്ളത്തിൽ കുറേ വട്ടം കഴുകിയിട്ട് പിന്നെ ചൂടുവെള്ളത്തിലൊന്ന് കഴുകിയിട്ട് അങ്ങനെ ഇടുകയാണ് കേട്ടോ. പിന്നെ തിരുമ്പാനും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കുറച്ച് തന്നെ ഉള്ളൂ കേട്ടോ അലക്കാൻ. അല്ലെങ്കിൽ എപ്പോഴും ഫാത്തിമക്കുട്ടിൻ്റെ ഉണ്ടാവും നിറയെ തുണികൾ. അപ്പോൾ ഇന്ന് കുറച്ചുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഉള്ളത് ഡെയിലി അലക്കിയിടാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ അങ്ങനെ വാഷിംഗ് മെഷീനിൽ ഇട്ടതാണ് കേട്ടോ. പിന്നെ അതാ നമ്മൾ അരിയൊക്കെ കഴുകിയിട്ട് ഇടാൻ പോകണം. അപ്പോൾ മീൻ ഇനി നന്നാക്കി ഒന്ന് കറിയൊക്കെ വെക്കണം. അപ്പോൾ ഉള്ള പണി നേരത്തെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്കരിക്കാനും ഓതാനൊക്കെ നിൽക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ പിന്നെ നമ്മൾ അടുക്കള പണി ചെയ്യാൻ വരണ്ടല്ലോ. അപ്പോൾ ഉള്ള പണി നമുക്ക് വേഗം കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാ. പിന്നെ അപ്പോൾ ഒരു 2 മണിയാകുമ്പത്തേനും പണിയൊക്കെ ഏകദേശം കഴിഞ്ഞു കേട്ടോ. പിന്നെ മീനൊന്നും വാങ്ങിയാൽ പിന്നെ എടുത്ത് വെക്കാൻ പറ്റില്ല, കയ്യോടെ കറിയൊക്കെ വെക്കണ്ടേ. പിന്നെ നമുക്ക് നോമ്പ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ പണിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ റെസ്റ്റ് എടുക്കാനും പിന്നെ നമുക്ക് നിസ്കരിക്കാനും സലാത്തിനും ഒക്കെ സമയം ഉണ്ടാവും കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ മക്കളുടെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ. അപ്പോൾ ഞാൻ അലക്കിയത് ഒന്ന് പിഴിയാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി തിരിക്കുകയാണ് കേട്ടോ, വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് അലക്കി കഴിഞ്ഞ് വെള്ളം കളഞ്ഞ ശേഷം പിന്നെ അതിൽ തന്നെ ഞാൻ ഒന്നും കൂടി തിരിക്കും കേട്ടോ. ഊരാൻ 2 വട്ടം തിരിച്ച് പിന്നെ 2 വട്ടം അങ്ങനെ കേട്ടോ ഞാൻ ചെയ്യണത്. പിന്നെ ചിലപ്പം കറയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും കല്ലിൽ തന്നെ തിരുമണം കേട്ടോ, അതിലൊന്നും വെളുക്കൂല. പിന്നെ സെക്കൻഡ് ഹാൻഡ് വാഷിംഗ് മെഷീൻ ആയതുകൊണ്ട് അത്ര വൃത്തിയാവണമൊന്നുമില്ല, എന്നാലും നമുക്കൊരു വയ്യാന്ന് പറയുമ്പോഴൊക്കെ നമുക്കിങ്ങനെ എടുക്കാമെന്ന് മാത്രം കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഒന്ന് ഊരാനും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ അതാ മീനൊന്ന് നന്നാക്കി എടുക്കണം. പിന്നെ തേങ്ങ കുറച്ച് അരച്ച് കറി വെക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ അതാ മീനൊക്കെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. മുളകൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ചാറും ഞാൻ അടുപ്പിൽ തന്നെ കേട്ടോ വെച്ച്, ചോറും മാറ്റിയ ശേഷം അടുക്കൊക്കെ അരച്ചിട്ട് കറി അടുപ്പത്താക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് തൂമിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ, വേറെ പണിയൊന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞ് ഫാത്തിമക്കുട്ടിനെ നമ്മൾക്ക് ഇന്നിപ്പോൾ എല്ലാവരും സ്കൂളിൽ പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ റിൻഷുമോൾക്ക് എക്സാം ആയതുകൊണ്ട് പിന്നെ അവൾ ഉച്ചക്ക് ഇങ്ങോട്ട് വരും. പിന്നെ ഇതാ അങ്ങനെ കറി ഞാൻ അടുപ്പത്തു നിന്ന് ഇങ്ങോട്ട് വാങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊന്ന് താളിച്ച് അതിൽ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഉലുവയും കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് ഒന്ന് താളിച്ചെടുക്കുകയാണ്. പിന്നെ ഇതാ
പിന്നെ മീനൊന്ന് പൊരിച്ചെടുക്കണം കേട്ടോ. പിന്നെ നമ്മുടെ അടുപ്പിൻ്റെ ഇതൊന്നും കഴുകിയിട്ടില്ല കേട്ടോ. അപ്പോൾ അന്ന് നമ്മൾ ഒരു സോപ്പിട്ട് കഴുകിയതാണ്. അതിൻ്റെ ശേഷം പിന്നെ തുടക്കൽ തന്നെ കേട്ടോ. പിന്നെ കഴുകാനും ഒഴിവ് കിട്ടിയിട്ടില്ല. ഇനി എല്ലാതും കഴിഞ്ഞിട്ട് അതൊന്ന് ക്ലീൻ ആക്കാനുണ്ട്. അപ്പോൾ ഇതാ കുഞ്ഞ് മത്തിയാട്ടോ. അപ്പോൾ അത് കുറച്ച് കറിയും വെച്ച് കുറച്ച് പൊരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ കുട്ടികൾക്ക് പൊരിച്ചതൊക്കെയാണ് ഭയങ്കര ഇഷ്ടം. പിന്നെ മീൻ കറിയാകുമ്പോൾ പിന്നെ നമുക്ക് അത്താഴത്തിനും കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അങ്ങനെ ഇതാ നമ്മൾ മീൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി മീനൊന്ന് വറുത്തെടുക്കണം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് കഴുകി പിന്നെ എല്ലാവിടെയും ഒന്ന് അടിച്ച് ഇന്നലെ പിന്നെ റിൻഷിമോൾ തുടച്ചു കേട്ടോ. അതുകൊണ്ട് പിന്നെ ഇന്ന് തുടക്കണില്ല. പിന്നെ കുറേ തുണികളുണ്ട് മടക്കാൻ. അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വെക്കണം. പിന്നെ ഇതാ ഇനി അത് കഴിഞ്ഞ് റിയാസ്ക്ക് വന്നാൽ ഞങ്ങൾ ഫാത്തിമക്കുട്ടിനെ വിളിക്കാൻ പോകും കേട്ടോ. ഫാത്തിമക്കുട്ടിനെ വിളിച്ചിട്ട് വന്ന് റിൻഷിമോളിനെയും വിളിച്ച് ഫാത്തിമാനെയും വിളിച്ചിട്ട് അങ്ങനെ ഇങ്ങോട്ട് വരും. അപ്പോൾ നമുക്ക് ഇന്ന് നോമ്പ് തുറക്കാൻ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ പള്ളിയിൽ നിന്ന് അമ്മ കഞ്ഞിയും കൊണ്ടുവരും കേട്ടോ. കഞ്ഞി കാരക്കൊക്കെ കൂട്ടി നോമ്പ് തുറക്കും. അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറ നമ്മുടെ വിഭവങ്ങൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ പിന്നെന്താ, അപ്പോൾ ഞാനിനി അധികം വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. പിന്നെ അവളൊന്ന് വിളിക്കാൻ പോകണം. നല്ല ചൂടാണ് കേട്ടോ, ഭയങ്കരമായിട്ട്. നമുക്ക് വീട്ടിലിരിക്കണവർക്ക് അത്ര അറിയില്ലെങ്കിലും പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ചൂടാണ് കേട്ടോ. സഹിക്കാൻ പറ്റാത്ത ചൂടാണ് പുറത്ത്. പിന്നെ അതുകൊണ്ട് നമ്മുടെ ഇനിയുള്ള നോമ്പുകളൊക്കെ എങ്ങനെയാണ് എത്തിവരിക എന്നൊന്നും അറിയില്ല. അപ്പോൾ എല്ലാവർക്കും എല്ലാ നോമ്പും എടുക്കാനുള്ള ആരോഗ്യം ആയുസ്സും പഠിച്ചവൻ തരട്ടെ. നോമ്പ് എടുക്കാനൊക്കെ സാധിക്കട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യണം കേട്ടോ. ആമീൻ. പിന്നെ വന്നിട്ട് നമ്മുടെ ഫ്രണ്ട് ഭാഗം മണി ട്രീ ഒക്കെ അവിടെ നിന്ന് മാറ്റിയപ്പോൾ പകുതി അന്ന് റിൻഷിമോളുടെ പരിപാടിക്ക് ചുണ്ണാൻ പഠിച്ചതിൻ്റെ ഇല നിൽക്കണതന്നെ അടിക്കാൻ പറ്റിയില്ല കേട്ടോ മുകളിൽ. അപ്പോൾ ഇത് 2 കളറായിട്ടാണ് കേട്ടോ കാണുന്നത്. ഇനിയിപ്പോൾ പെരുന്നാളാകണമെങ്കിൽ പറ്റിയ ഒന്ന് ചുണ്ണാമ്പൊക്കെ ഒന്ന് അടിച്ച് വിടണമെന്നുണ്ട്. പിന്നെ ഇല എത്ര ദിവസം നിന്നിട്ടില്ലാണ്ടായപ്പോൾ മുമ്പാരത്തുനിന്ന് എന്തോ പോയ പോലെ. അതില്ലാണ്ടൊരു മാറ്റല്ലേ, നിങ്ങൾക്കും തോന്നുന്നുണ്ടാവില്ലേ ആ മാറ്റം? ഇനി 2 ദിവസം കഴിയണം കേട്ടോ അതൊന്ന് ശരിയാവണേ. ഞാൻ എന്നിട്ട് പുതിയ മണി ട്രീനെ കുറച്ച് കുത്തി കപ്പിലൊക്കെ തൂക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി അത് ഇപ്പുറത്തുനിന്ന് മതിലിൽ നിന്ന് മുളച്ച് വരുമ്പോൾ ഇങ്ങോട്ട് കാക്കി കൊടുക്കാൻ വേണ്ടി ഒരു വള്ളിയൊക്കെ കെട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റിയാസ് എന്ത് തോന്നിയിട്ടൊക്കെ പൊട്ടിച്ച് കളഞ്ഞു. ഞാൻ എത്ര ദിവസം മുറിക്കാൻ പറഞ്ഞപ്പോൾ ഒന്നും മുറിച്ചില്ല കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞൊക്കെ വാടിയിരിക്കണമെന്ന് എന്നൊക്കെ പറഞ്ഞപ്പോൾ വേഗം അങ്ങനെ പൊട്ടിച്ചളണമെന്ന് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇതാ ഈ പണികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ള പാത്രം ഒന്ന് കഴുകി വെച്ചിട്ട് പിന്നെ ഞാൻ ഫാത്തിമാനെ വിളിക്കാൻ പോട്ടെ. റിയാസ് സ്കൂട്ടർ എടുത്തിട്ട് അവിടെ നിൽക്കാൻ വേണ്ടിയിട്ടുണ്ട് റോട്ടിൽ. അപ്പോൾ ഞാൻ ഇവിടുന്ന് നടന്നു പോകണം കേട്ടോ. പിന്നെ ഉമ്മ രാവിലെ പോയതാണ്. ഞാൻ പോകണം വേണ്ട ഒന്ന് വിളിച്ചപ്പോൾ ഇതപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഉമ്മ വന്നിട്ട് പിന്നെ റജിക്കുട്ടി അങ്കലവാടിയിലാണ്. അപ്പോൾ വരുമ്പോൾ റജിക്കുട്ടിനെയും ഫ്രണ്ട്സിനെയും വിളിച്ചിട്ട് വരണം കേട്ടോ. ഫാത്തിമാനെ വിളിക്കാൻ പോയിട്ട് വരുമ്പോൾ പിന്നെ അത് കഴിഞ്ഞ് പിന്നെന്താ നോമ്പ് തുറക്കൽ തന്നെ കേട്ടോ, സംസ്കാരം കാര്യമൊക്കെ തന്നെ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. മക്കളെ വെയിൽ കണ്ട, ചൂട് കണ്ട, എന്താ ഒരു ചൂട് അല്ലേ. ഞാൻ ഫാത്തിമാനെ വിളിക്കാൻ പോകാം കേട്ടോ. എന്താ നമ്മുടെ തൊടിയൊക്കെ കണ്ട അടിപൊളിയായിരിക്കുന്നു. ഇപ്പോൾ സമയം 2:30 കേട്ടോ. ഞങ്ങളവിടെ എത്തുമ്പോഴത്തേന് 2:45 3 മണിയൊക്കെ ആവും. അപ്പോൾ റിയാസ്ക്ക് അത് അവിടെ നിൽക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ വീട്ടിൽ നിന്ന് നടന്നു പോകുക കേട്ടോ. വെയിലും കൊണ്ട് അയ്യോ നടക്കുമ്പോൾ കതപ്പ് ചൂട്. അയ്യോ ശരി, ഇനി ആളെ വിളിച്ചിട്ടൊന്ന് കാണട്ടെ.